ഹലോ ഫ്രണ്ട്സ്, അലീനയും മെനുവിൻ്റെയും നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചാനൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീനയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഷാജി എന്ന് പറഞ്ഞ ഡ്രൈവർ അലീനയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവാണ്. അലീനി ഷാജി എന്ന ഡ്രൈവറും തൻ്റെ പെങ്ങളും അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അത് ഷാജിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ പെങ്ങൾ പറഞ്ഞിട്ട് ചേച്ചി ഈ ഡ്രസ്സ് മാറുന്ന പറഞ്ഞൊരു ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാം. ഡ്രസ്സ് എടുത്ത് കൊടുത്ത് വേറെ റൂമിൽ പോകുമ്പോഴത്തേക്കും ഷാജിയുടെ അമ്മ എന്ന് പറയുമ്പോൾ നീക്ക് എന്ത് പരിപാടി കാണിക്കുന്നത്? എടാ, ആ പെണ്ണ് ആരാന്ന് എന്താണെന്ന് അറിയത്തില്ല, നാട്ടുകാരെല്ലാം അവളെ കൊല്ലാൻ നിൽക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇവിടെ വിളിച്ചുകൊണ്ട് നമുക്ക് തന്നെ പ്രശ്നം ഉണ്ടാകത്തില്ല, എന്താ കാണിക്കുന്നത്? ഈ ഒരു ഒന്നാമത്തെ കാര്യം, നമ്മൾ പാവപ്പെട്ടവരാ, ആരും നമ്മളെ സഹായിക്കാനില്ല. നമ്മളൊരു കേസും കാര്യങ്ങളെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടുപോകത്തില്ലെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഉടനെ ഷാജി പറയുന്നുണ്ട്, അമ്മ എന്തായി പറയുന്നത്? കാരണം ഇതാണ് നമ്മുടെ വീട്ടിലൊരു പെങ്കൊച്ചു നിൽപ്പില്ലേ, എന്നിട്ട് ഇവിടെ കണ്ടോ, ഇവളും അവളൊക്കെ ഒരേ സെയിം പ്രായമല്ലേ. അപ്പം നാളെ സമയത്ത് ഇവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആര് രക്ഷപ്പെടുത്തും? ദൈവം നമ്മളിപ്പോൾ ഒന്ന് കാര്യം ഒരിടത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉപകാരം ദൈവം കണക്കെടുത്തിട്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ വേറൊരു ദിവസം ദൈവം നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടും. ഇപ്പം ആ പെങ്കൊച്ചൊന്നും തെറ്റ് ചെയ്തിട്ടില്ല അമ്മേ. കാരണം എന്ന് കഴിഞ്ഞാൽ നിങ്ങളതെങ്ങനെ മനസ്സിലാക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ വേറൊന്നുമല്ല, ഈ പെങ്കൊച്ച് ഒരു ദിവസം എൻ്റെ വണ്ടിയിൽ കയറി. ഈ പെങ്കൊച്ച് ആ വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതുള്ളൂ, സർവൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. ഈ കൊച്ച് മാസം കിട്ടുന്ന 15,000 രൂപ ശമ്പളത്തിൽ ഒരു വീതം, നല്ലൊരു വീതം തന്നെ അനാഥാശ്രമത്തിൽ കൊടുക്കുകയും അവിടുത്തെ പിള്ളേരെയൊക്കെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു വിധം മാത്രമല്ല, ഫുൾ ക്യാഷും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം പാവപ്പെട്ടൊരു കൊച്ചാണ് ഈ കൊച്ച്. അവരെ എന്തോ കാര്യത്തിനാണെന്ന് അറിയത്തില്ല, അവളോട് ചോദിക്കാം നമുക്ക്. അപ്പം അവളെ അങ്ങനെ ആ സ്റ്റേജിൽ കണ്ട് നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല, അത്ര നല്ലൊരു പെങ്കൊച്ചാണെന്ന് പറയുമ്പോഴത്തേക്ക് ആണോ മോനെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് ശരി. അപ്പോഴത്തേക്കും ലീന അകത്ത് ഡ്രസ്സ് മാറിയിട്ട് വരുമ്പോഴത്തേക്ക് ചേച്ചി ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ ചേച്ചി ഒന്നും വിളിക്കണ്ട, സെയിം പ്രായമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മ നോക്കുന്ന പ്രായം ചോദിക്കുമ്പോഴത്തേക്ക് സെയിം പ്രായമൊക്കെയാണ്. അപ്പം അവൾ അത് ഷാജിയുടെ പെങ്ങളിങ്ങനെ സംസാരിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഷാജി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇങ്ങനെ വന്നേ, ഇപ്പം പെട്ടുപോയല്ലോ, ആൾക്കാരെല്ലാം നിന്നെ കൊല്ലാൻ നിൽക്കുവാണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഷാജി ചേട്ടാ ഇന്ന പോലെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ആ കൊച്ച് ശരണ്യെന്ന് പറഞ്ഞ പെങ്കൊച്ച് ഈ ഒരു സ്റ്റേജിൽ കിടക്കുന്നു. ആ കൊച്ച് റിക്കവറായി വരണം. ആ കൊച്ച് ഇങ്ങനെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നമ്മൾ എന്നെപ്പോലെ തന്നെ ഇവളെപ്പോലെ ഒരു പെങ്കൊച്ചല്ലേ അവളും നന്നായിട്ട് ജീവിക്കേണ്ട ഒരു പെങ്കൊച്ചല്ലേ. ഇപ്പം കിടക്കുന്ന അവസ്ഥ കണ്ടില്ലേ, അവൾ ഒന്ന് സംസാരിക്കാനോ ഒന്ന് ഓർമ്മ പോലും ഒക്കില്ല. പക്ഷെ നമ്മളവളെ സംസാരിച്ചോ അവളോട് ഇടപെട്ട് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അങ്ങനെ ജീവിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്നെ ഒന്ന് സഹായിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി സംസാരിക്കാൻ വേണ്ടി ഞാൻ പോകാനിരിക്കാമെന്ന് പറയും. അപ്പം മോക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഷാജി പറയാം, ഈ മോക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നടപ്പിലാക്കി തന്നെ നമുക്ക് ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ഷാജി പോയി അവരുടെ വീട്ടിൽ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയാം, നിങ്ങളെല്ലാം കൊല്ലാൻ നിന്ന ആ വ്യക്തി എന്ന് പറയുന്നത്, ആ പെങ്കൊച്ച് എന്ന് പറയുന്നത് ആ വീട്ടിലെ ഒരു സെർവൻ്റാണ്. ആ കൊച്ചിന് ഇതുപോലൊരു ദുരനുഭവം ആ വീട്ടിലുണ്ടായി. പക്ഷേ ആ കൊച്ച് പിടിച്ചു നിന്നുകൊണ്ട് മാത്രം കേസൊന്നും കൊടുത്തില്ലെന്നുള്ളതേ ഉള്ളൂ. അതായത് ആ കൊച്ചിനെ റേപ്പ് ചെയ്യാൻ പോയി. അങ്ങനെ റേപ്പ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അന്ന് അവൾ അവിടെ നിന്ന് ദൈവഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അവൾ ആരെയും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അപ്പം അവൾ ഈ ശരണേനൊന്ന് കാണണം, സംസാരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവളെ നിങ്ങൾ അലോ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആണോ ശരിയെന്ന് പറഞ്ഞ് അവരുടെ വീട്ടുകാരെ സമ്മതിക്കുകയാണ്. അപ്പം ശരണ്യ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പറയുക, മോളെ നിന്നോട് ചെയ്തതായിട്ടുള്ള പാവങ്ങൾ അല്ലെങ്കിൽ നിന്നോട് ചെയ്തതായിട്ടുള്ള തെറ്റ് ഞങ്ങളോട് പൊറുക്കണം. കാരണം നീ അവിടുത്തെ ഒരു സെർവൻ്റ് ആണെന്നോ അല്ലെങ്കിൽ നീ ഇത്ര പാവമാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അത് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പോൾ ഉടനെ അവളുടെ ശരണയുടെ ആങ്ങളെ പറയും, ചേച്ചിയുടെ ദേഹത്ത് അത് ചേച്ചി വന്ന് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി വന്നെന്നുള്ള രീതിയിലൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നിപ്പോയി പെട്ടെന്ന്. അല്ലാതെ ചേച്ചിയുടെ മേലെ ഒരു കുറ്റവും ഒന്നും ഞങ്ങൾ ആരോപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ആരാണ് ചേച്ചിക്ക് അറിയില്ല, ഞങ്ങളുടെ മാനസികാവസ്ഥ അറിയാമല്ലോ. ഇവിടുത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അവളവിടെ കിടക്കുന്നത്, ഞങ്ങൾ പാവപ്പെട്ട കുടുംബമാണ്, ഞങ്ങളെ കാരണം ആര് സഹായിക്കും എന്നുള്ള രീതിയിൽ ഞങ്ങൾ നോക്കി നടക്കുക. പക്ഷേ ഞങ്ങൾക്ക് തന്നെ ഇങ്ങനെ തട്ടിയിടുന്ന വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇതൊക്കെ പൊതുസമൂഹം ഏറ്റെടുത്തുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കാനോ കാര്യങ്ങളൊക്കെ നിങ്ങളെപ്പോലെ അല്ല വീട്ടിലുള്ളവരെ പോലെ പണക്കാരായിട്ടുള്ള ആൾക്കാരുടെ എതിരെ എങ്ങനെ ഞങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ അങ്ങനെയല്ല. ഇപ്പം ശരണ്യനെ ആക്രമിച്ച ആരാണേലും അവർക്കെതിരെ കേസ് കൊടുക്കണം, അവർക്കെതിരെ നമ്മൾ പ്രവർത്തിക്കണം. കാരണം അവർ തെറ്റുകാരാണെന്നുണ്ടെങ്കിൽ ആ തെറ്റുകാർ ശിക്ഷ അനുഭവിച്ചാൽ പറ്റും. അതിനുവേണ്ടി ഞാനും ഏതറ്റവും വരെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറായിട്ട് നിൽക്കാം. പക്ഷേ ഇപ്പോൾ എനിക്ക് ശരണ്യനെ കാണാം. ശരണ്യ ഒരു പെങ്കൊച്ചാണ്, അവളൊരു എൻ്റെ പ്രായമുള്ളൊരു പെങ്കൊച്ചൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ എന്നെക്കൊണ്ടൊരു അനീതിയാണെങ്കിൽ പോലും അവളെ ജീവിതത്തിൽ തിരിച്ച് കൊണ്ടുവന്നേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഒന്ന് കാണിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ അമ്മ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. വാതിൽ തുറന്നു കൊടുക്കുമ്പോഴത്തേക്ക് അകത്ത് കയറുമ്പോഴത്തേക്ക് ഈ ഇരുട്ട് റൂമിൻ്റെ അത് കയറി കഴിയുമ്പോഴത്തേക്ക് ഒരു വെളിച്ചം അടിക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുക ശരണ്യ പെട്ടെന്ന് കണ്ണ് മുറുക്കി അടയ്ക്കുകയാണ്. എന്നിട്ട് ശരണ്യയുടെ അടുത്ത് പോയി നമ്മുടെ അലീന ഇരുന്നിട്ട് ദേഹത്തും തലയിലെല്ലാം തലോടി കൊണ്ട് പറയുകയാണ്, മോളെ
എല്ലാം ചെയ്തതെല്ലാം ആരൊക്കെ എന്ത് ചെയ്ത് തെറ്റ് ചെയ്താലും നമുക്ക് സോൾവ് ആക്കാം, അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാം. നീ തിരിച്ചു വരണം, ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, നിൻ്റെ ഭാവിയുണ്ട്, എല്ലാം ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവളെ റിക്കവറിലേക്ക് കൊണ്ടുപോകണം. ഇതിനിടയ്ക്ക് വേറൊരു സംഭവമുണ്ട്. അലീനെ ഇങ്ങനെ ഇവിടെ വന്നപ്പോഴത്തെ നാട്ടുകാർ എല്ലാം കൂടി ചേർത്ത് ഒരു വിളിച്ച് പറയുന്നത്, പോലീസിനെ വിളിച്ച് പറയുന്നുണ്ട്, CA വിളിച്ച് പറയുന്നുണ്ട്. ഇതേപോലെ അവരുടെ വീട്ടിൽ നിന്ന് ക്യാൻവാസ് ചെയ്യേണ്ട, പെണ്ണിനെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ക്യാഷ് കൊടുത്ത് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ഒരു പെങ്കുച്ച് വന്നു പറഞ്ഞപ്പോഴത്തേക്ക് CAയും SI കൂടി ചേർന്ന് അന്ന് അവൾ രക്ഷപ്പെട്ട് SP വിളിച്ച് സംസാരിച്ച് അന്ന് അവളെ ഊരിപ്പോയി. ഇന്ന് നമുക്ക് കിട്ടിയൊരു അവസരം, ഇന്ന് അവളെ നമ്മൾ കൊടുക്കണം, അവളെ എങ്ങും ഊരി വരാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ ഇറങ്ങിത്തിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശരണേനെ ആശ്വസിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അലീന. അപ്പം ഈ സീൻ കാണുന്നത് നമ്മൾ പിന്നീട് കാണുന്നത് ശരിക്കും ശരണ്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അത്രമാത്രം നമ്മുടെ അലീന അവളെ മാറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത് കാണിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ പോലീസുകാർ രണ്ടുപേരും SIയും CA ഒക്കെ വീട്ടിൽ വന്നിട്ട് ബാലചന്ദ്രനോട് ചോദിക്കുക, ഇവിടുന്ന് സർവൻ്റ് എന്ത് ചെയ്യും, അവളൊന്നും കാണണമല്ല, അവൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവളെ പിടിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ബാലചന്ദ്രനെ അറിയാം അവളെവിടെ പോയിക്കെന്നറിയാം, പക്ഷേ ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെ ഒരു സീനാണ് നമ്മളിത് കാണിക്കുന്നത്. ബാക്കിയുള്ള സീനുകളെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണാം. കാരണം അത് നിർണായകമായിട്ട് അവിടെ തിരിച്ചു വരുന്നത് പോലീസ് നമ്മുടെ അലീനയെ കൊണ്ടുപോകും അങ്ങനെയുള്ള കാര്യം അത് ഓൾറെഡി നാട്ടുകാരെല്ലാം പരാതിപ്പെട്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സീനുകളെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം, വിശേഷങ്ങളെല്ലാം ഇനിയുള്ള ദിവസം കാണാം. കൂടുതലായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കൂടുതലായിട്ട് നല്ല വിശേഷങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ ഈ വീഡിയോയിൽ നിന്ന് ഈ വിശേഷം ഞാൻ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.